ഇന്നെൻ്റെ ഈ ടേസ്റ്റി കറി ഒന്ന് നോക്കൂ. പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരിക. ഈ കറിയിൽ ഒരു സ്പെഷ്യൽ ചുടുപുളി എന്നാണ് ഇതിന് പറയുക. ഇതെനിക്ക് 5-6 കൊല്ലം മുമ്പ് എൻ്റെ വീട്ടിലൊരു സെർവൻറ്റ് കുക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു തന്ന കറിയാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും വായിൽ നിന്ന് പോയില്ല. ഒരു പറ ചോറും ഉണ്ണും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഈ ചുടുപുളി എന്നുള്ളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ പാൻ വെച്ചിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പൊടി ശരിയാക്കാനുണ്ട്. ആ പൊടി എന്താണെന്ന് ഞാനിപ്പോൾ പറയാം. ഞാനിതെല്ലാം ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് വാർക്കാൻ പോകണം. അപ്പോൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ ഇതേ സാധനങ്ങൾ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇതിന് പകരമായിട്ട് അത് ഉപയോഗിക്കട്ടെ, മറ്റേ പരിപ്പ് ഉപയോഗിക്കട്ടെ, മറ്റേ മല്ലിപ്പൊടി ഉപയോഗിക്കട്ടെ, ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ഇതേ കാര്യങ്ങൾ തന്നെ ഈ കറിയിൽ ആഡ് ചെയ്യണം. എന്നാലേ ഈ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എത്രയാണ് അതിൻ്റെ അളവ് എന്ന് ഞാനിങ്ങനെ പറയാം. ഇതിലേക്കിപ്പോൾ ഞാനൊരു 7-8 മുളക്, 7-8 അവരവരനുസരിച്ചിട്ട്, പക്ഷേ ബാക്കി സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തിരിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കേട്ടോ. കടലപ്പരിപ്പ് തന്നെ ഇതിലേക്ക് വേണം. ഒരു 2 നുള്ള് ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിറയെ പുളിയുള്ള കറി ആയതുകൊണ്ട് ഉലുവ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഈ കറി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ അളവ് എങ്ങനെയാ വെച്ചാൽ, ഈ കടലപ്പരിപ്പ് നന്നായിട്ട് ഒരു ചുവന്ന് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഡ്രൈ റോസ്റ്റിനെ ചെയ്യണം. ഇതിൽ എണ്ണയൊന്നും ഒഴിക്കരുത്. ഈ കറിയെ പറ്റി പറയുമ്പോൾ എനിക്ക് വായിലിപ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം വരും. എന്താ കാരണം വെച്ചാൽ, ഇത് ഞാൻ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ണൂരിരിക്കുന്ന സമയത്ത് അവിടെ എനിക്ക് ഒരു വെപ്പുകാരി ഉണ്ടായിരുന്നു. അവരാണ് ഈ കറി എനിക്ക് ഉണ്ടാക്കി തന്നിട്ട് പറഞ്ഞത് ഇതിൻ്റെ പേര് ചുടുപുളി എന്നാണ്. അപ്പോൾ ഞാൻ ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ നമുക്കത് പറയുമ്പോൾ തന്നെ ഞാൻ പറയില്ലേ ഇങ്ങനെ കപ്പലോടും. ഞാൻ ഈ കറിയുടെ റെസിപ്പി കുറച്ച് മറന്നു. എന്താ കാരണം വെച്ചാൽ, ഞാനിവിടെ വന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് എൻ്റെ വീട്ടിലുള്ളവർക്ക് പുളി ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് പുളി ഇട്ടിട്ട് കറി ഉണ്ടാക്കാറില്ല. ഞാനിതിനെ ഒന്നും കൂടി ഇതിനെ ഒന്ന് ഓർമ്മ വരുത്തട്ടെ എന്നും പറഞ്ഞിട്ട് ഞാൻ പോയി തപ്പിയെടുത്ത് നോക്കിയിട്ട് എനിക്കിപ്പോൾ അതിൻ്റെ റെസിപ്പി കിട്ടിയതാണ്. ഞാൻ ഒരു പുസ്തകത്തിൽ ഇവരോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ഞാൻ അറിയാത്ത കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇതിനൊക്കെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ കിട്ടിയതാണ് ഈ ചുടുപുളി. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, പുളി അത് ഈ കറി മാത്രം മതി ചോറും കഴിക്കാൻ. പിന്നെ ഇത് നല്ലോണം കറി ഉപയോഗിച്ചിട്ട് കഴിക്കേണ്ട ഒരു കറിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഈ പരിപ്പിൻ്റെ കളറ് നല്ലോണം ഒന്ന് റെഡ് ആവണം. അപ്പോൾ മാത്രമേ നമ്മളിത്, ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് മല്ലിയുടെ, പക്ഷേ ഞാൻ ആ പരിപ്പ് ഇതൊന്ന് വറുത്ത് വന്ന് ഞാൻ ഇതൊന്ന് ആറിയിട്ട് വേണം ഇതൊന്ന് പൊടിക്കാൻ. അപ്പോൾ ഈ പരിപ്പൊക്കെ ഇപ്പോൾ നന്നായി തുടുത്ത് വന്നു. ഇനി ഇതൊന്ന് ആറിയിട്ട് വേണം ഇതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിക്കാം. അപ്പോൾ അതിന് അടുത്ത് ഞാൻ എന്താ ചെയ്യണമെന്ന് കാണിക്കാം. ഞാൻ ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നല്ലോണം കശക്കിയിട്ട്, കണ്ടോ, നല്ലോണം കശക്കിയിട്ട് പുളി വെള്ളം ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് പുളി വെള്ളം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇതിനെ ഞാൻ മിക്സിയിലൊക്കെ ഇട്ടു. ഇത് പൊടിക്കുമ്പോൾ ഒരുപാട് ഭസ്മാവാൻ പാടില്ല. ഞാൻ ആ മല്ലിയൊക്കെ നല്ലോണം ഒരു തരിപ്പായിട്ട് ഇപ്പോൾ പൊടിച്ചിട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. ഈ ചീനച്ചട്ടി ഇപ്പോൾ ചൂടായി. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഈ പൊടിച്ചത് കണ്ടോളൂ. ഇതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ മല്ലി ഇങ്ങനെ കുറച്ച് തരുന്നിരിക്കണം. ഒരുപാട് അങ്ങനെ ഒരുപാടാവരുത്. ഇപ്പോൾ ഇത് പാകത്തിൽ പൊടിച്ചിരിക്കണം, എന്നാലേ ആ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചീനച്ചട്ടി വെച്ചു. ഈ കറി ഉണ്ടാക്കുന്നത് വഴുതനങ്ങ അല്ലെങ്കിൽ വെണ്ടയ്ക്ക. ഈ വഴുതനങ്ങയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി ചേർത്തിട്ടും ഇത് ചെയ്യാം. പക്ഷേ ഈ 2 കഷ്ണം ഇങ്ങനെ സോഫ്റ്റായ വെജിറ്റബിൾസ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിട്ടിട്ട് ഞാനിതിൻ്റെ കൂടെ ഒരു ടേസ്റ്റിന് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നു. ഇത് വഴുതനങ്ങ വെച്ച് മാത്രം ചെയ്യാം. അല്ല, വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഉള്ളി മാത്രം വെച്ച് ചെയ്യാം, വെണ്ടയ്ക്ക മാത്രം. വേറെ ഒരു കഷ്ണവും ആണ്, പക്ഷേ ഇതിൽ ഒരു കാലത്തും വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കിട്ടും.
അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേട്ടോ ഇപ്പം ഞാനിതിനെ എൻ്റെ പ്ലേറ്റിലേക്കൊന്ന് മാറ്റാൻ പോവുകയാണ്. ഇപ്പം അതേ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഈ കറിയിലേക്ക് വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഈ വറുക്കാൻ വേണ്ടി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ടൊന്നും എണ്ണ യൂസ് ചെയ്യുന്നില്ല ഈ കറിയിലേക്ക്. എന്തെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, വെളിച്ചെണ്ണയാണെങ്കിലും ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പും 1 ടീസ്പൂൺ കടുകും ഇതന്നെ വേണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇടുക. കൂടെ തന്നെ നല്ലോണം കുറച്ച് കായം ഈ കറിയിലേക്ക് നല്ലോണം വേണം. നിങ്ങൾക്ക് കായ കട്ട പൊടിച്ചിട്ടിടാം. ഞാനിപ്പോൾ ഇടണം കേട്ടോ. ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഉഴുന്ന് പരിപ്പ് നന്നായി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഇതിന് സാധനങ്ങൾ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുക, കറിവേപ്പിലേക്കാം. ഞാൻ കറിവേപ്പിൻ്റെ ഇലയൊന്നും ചേർക്കുന്നില്ല, കായം മാത്രം ചേർത്ത് ഇത് വഴറ്റി വെച്ച് വഴുതിരിങ്ങയും ഉള്ളിയും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ പുളിവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പുളി കാണിച്ചുമല്ലോ, ആ പുളിവെള്ളം കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ വറുത്ത് വെച്ചതിനെ ഇടുക. എന്നിട്ട് ഇനി അത് നന്നായി കിടന്ന് തിളച്ച് നല്ല കുറുകി വരണം. ഇപ്പം ഈ സമയത്ത് ഈ വഴുതിരിങ്ങയും കൊട്ടിയ ശേഷമാണ്, വഴുതിരിങ്ങയും ഉള്ളിയും കൂടെ വഴക്കി വെച്ചത് കൊട്ടിയ ശേഷം ഞാൻ ആ പൊടിച്ച പൊടി, മുളക്, മല്ലി, കടലപ്പരിപ്പ് കൂടി പൊടിച്ചുമല്ലോ, ആ പൊടിച്ച പൊടി കൂടി നമ്മൾ ഈ റവയൊക്കെ ചേർക്കുമ്പോൾ കട്ട കുട്ടാതിരിക്കണമല്ലോ, അതേമാതിരി ഇത് നന്നായി ഒന്ന് ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ കെട്ടാണ്ട പൊടിയണം, വീഴണം അതിലേക്ക് കേട്ടോ. അപ്പം ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് ഇടുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഈ പൊടി. ഇനി ഈ പൊടി കിടന്നിട്ട് ഇതെല്ലാം നന്നായി തിളയ്ക്കണം. ഇതാണ് ഇതിൻ്റെ ഇപ്പം ഈ കറിയിലേക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടില്ല ഞാൻ. ഇനി അതുകൂടി ഒന്ന് ഇടട്ടെ. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും. പുളി നല്ലോണം ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ അത് നന്നായി ഒന്ന് തിളച്ച് കുറുകി കണ്ടു നിറയെ കുളകുളന്ന് തിള വരുന്നുണ്ട്. ആ സമയത്ത് അത് നന്നായി കുറുകിയിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യും. ആ വഴുതിരിങ്ങയിൽ മാത്രമേ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഈ കറി ഇങ്ങനെ കിടന്ന് നന്നായി തിളയ്ക്കണം. അതിനെ ഒരു 10 മിനിറ്റ് നന്നായി തിളച്ച് നമുക്ക് കുറുകി വരും. സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഇതിൽ വെന്തിട്ട് അങ്ങനെ നന്നായി ഉടയും. ആ സമയത്താണല്ലോ ഇത് അതിനെ അടച്ചിലേക്ക് ലേശം ശർക്കര, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി, ഈ എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലേശം ശർക്കര പൊടി ചേർക്കാം. അത് ടേസ്റ്റ് അനുസരിച്ച് ഞാൻ വളരെ കുറച്ച് ചേർന്നാലും എന്താണെന്ന് വെച്ചാൽ കറി നന്നായി തിളച്ചു. ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ശർക്കര ഇതുണ്ടോ, ഇതിന് ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് ഈ ശർക്കര ഇതിലേക്ക് ചേർക്കുക. ഇനി കൂട്ടുകാരെ, ഈ കറിയുടെ ഒരു ടേസ്റ്റ് പറയേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇത് മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. വേണമെങ്കിൽ ഒരു പപ്പടം ചുട്ടതോ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇത് അവരുണ്ടാക്കി എനിക്ക് തരുമ്പോൾ ഞാൻ നേരത്തെ പറയും അവരോട്, നേരത്തെ ഊണ് കഴിക്കാൻ റെഡിയാക്കിക്കോളൂ, എൻ്റെ മണം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം എനിക്കിങ്ങനെ കുറച്ച് ചേരുള്ള പുളി. ഇപ്പം എൻ്റെ ഈ കറിയിൽ അടിപൊളി കണ്ടോ, ഇങ്ങനെ ഇതിൽ കുറച്ച് നല്ലോണം ചോറിലൊഴിക്കണം, എന്നിട്ട് കഴിക്കണം. പപ്പടം വേണമെങ്കിൽ വെക്കാമെന്ന് മാത്രം, നിർബന്ധയില്ല. ഇതൊരൊറ്റ കറി മതി, നമ്മൾ ഒരു പ്ലേറ്റ് ചോറുണ്ണും. അപ്പം നന്നായി ബാലൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് വിളമ്പിയിട്ട് കറിയൊക്കെ ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഉണ്ണാൻ റെഡിയായി. ചോറൊക്കെ വിളമ്പി അതിലേക്ക് തരി നല്ലോണം കൂട്ടാൻ ഒഴിക്കുകയാണ്. ഇപ്പം തന്നെ ഞാൻ കപ്പലോട്ടി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇതിനെ വെച്ചിരിക്കുന്നത്. അതിനിങ്ങനെ
കൂടെ ഞാൻ എന്ത് ചെയ്തു, ഒരു പപ്പടം ചുട്ടു. എനിക്ക് പപ്പടം ചുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓവനിൽ വെച്ചിട്ട് ഞാൻ ചുട്ടു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക.